ഓക്കെ, പണം സമ്പാദിക്കാനായിട്ട് ആഗ്രഹമില്ലാത്ത ഒരാളുണ്ടാവില്ല. എല്ലാവർക്കും പണം വേണം. പക്ഷേ നമ്മൾ നിർമ്മാണത്തിനേക്കാൾ കൂടുതൽ ഉപഭോഗം കൂടുമ്പോൾ വി ആർ ഇൻ ദി റോങ് സിസ്റ്റം ഓഫ് മേക്കിംഗ് മണി. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ ഒരു കൺസ്യൂമർ വേൾഡിൻ്റെ ഇവിടെ, ഒരു പ്രൊഡ്യൂസർ വേൾഡിൻ്റെ ഇവിടെ, ഈ കൺസംഷൻ പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ നമ്മൾ ഒരുപാട് സാധനം വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്, വാങ്ങുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കാണ് പോകുന്നത്. യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയും ആ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു ഉണ്ടാക്കലാണ്, ആ ഒരു നിർമ്മാണമാണ്, യൂസ്ഫുൾ തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യലാണ് നമ്മുടെ സമ്പാദ്യം. ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഡീപ്പ് ഡൈവാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മൾ ഒരുപാട് ബാക്കിലോട്ട് പോകാൻ പോവാണ്. ഒരുപാട് ബാക്കിലോട്ട് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ആകെ 3 പേരേ ഉള്ളൂ. ആ 3 പേര് സുഖമായിട്ട് ഒരു സൊസൈറ്റിയായിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക. ആ 3 പേർക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ 3 ബേസിക് നീഡ് വേണം. ഒന്ന് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ബേസിക് നീഡ്സ് ഓഫ് എനി ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ആ ബേസിക് നീഡിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യണം. എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 2 അപ്രോച്ച് ഉണ്ട്. ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആൾ പറയാണ് ഞാൻ എൻ്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയോളാം, എൻ്റെ വസ്ത്രം ഞാൻ തയ്ച്ചോളാം, എൻ്റെ പാർപ്പിടം ഞാൻ ഉണ്ടാക്കിയോളാം. അങ്ങനെ 3 പേരും ആ രീതിയിൽ തന്നെ പറയണം. അങ്ങനെ അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് എല്ലാം അവർ തന്നെ ചെയ്യും. ആ 3 ഏരിയയിലും അവർ സ്കിൽഫുൾ ആവാൻ പോവാണ്. ഇനി രണ്ടാമത്തെ ഒരു ആൾട്ടർനേറ്റീവ്, കുറേ ഇങ്ങനെ ജീവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ഇൻഎഫക്റ്റീവ് മെത്തേഡായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ മെത്തേഡിൽ അവർ ചെയ്തത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതായത് ഒരാൾ പറഞ്ഞു, ഒന്നാമത്തെ ആൾ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ കൃഷി ചെയ്യാം, ഞാൻ അതിൽ മുന്നേറാം, ഞാൻ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരാം. രണ്ടാമത്തെ ആൾ പറഞ്ഞു ഓക്കെ, ഈ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള A to Z കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, എന്നിട്ട് ഈ വസ്ത്രങ്ങൾ ഞാൻ ഉണ്ടാക്കിയോളാം, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മൂന്നാമത്തെ ആൾ പറഞ്ഞു ഓക്കെ, ഞാനൊരു കാർപ്പൻ്റർ ആവാം, എനിക്ക് വീടുകൾ ഉണ്ടാക്കാൻ പഠിക്കാം, അങ്ങനെ പഠിച്ചിട്ട് ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാൻ പോവാണ്, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ സർവീസ്, ഈ പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും, ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റാണ്, വസ്ത്രമാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റാണ്, ഈ പാർപ്പിടാണെന്നുണ്ടെങ്കിൽ അതും പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്ക് ഭക്ഷണം കൊടുക്കും, ഈ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ മൂന്നാമത്തെ ആളുടെ കയ്യിൽ നിന്ന് പാർപ്പിടവും വസ്ത്രവും വാങ്ങും. ഈ ഒരു സിസ്റ്റമാണ് ഓൾഡർ ബാർട്ടർ സിസ്റ്റം. ഇവിടെ പൈസ ഇല്ല, മണിയില്ല, പക്ഷേ ഇവർ എക്സ്ചേഞ്ച് ചെയ്തിരുന്നതും ട്രേഡ് ചെയ്തിരുന്നതും ഇവരുടെ ഗുഡ്സോ സർവീസോ വെച്ചിട്ടായിരുന്നു. ഈ ഒരു ഹൈപ്പോത്തറ്റിക് സിസ്റ്റത്തിൽ 3 പേരേ ഉള്ളൂ ആകെ. പക്ഷേ ഒരു നോർമൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 3 ആളാവില്ല. എത്ര ആൾക്കാരുള്ള കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും അവരെല്ലാം ഈ ബേസിക് ഹ്യൂമൻ നീഡ്സിൻ്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്യാം അവരുടെ പ്രൊഫഷൻ. നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിനെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ അവിടെ പണമില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ട്രേഡ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ സർവൈവ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ ചെയ്യണം, അതിന് അറൗണ്ട് ആയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതായിരുന്നു സിസ്റ്റം. ഓക്കെ, ഈ ഓൾഡർ ബാർട്ടർ സിസ്റ്റത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനും മറ്റൊരാളും തമ്മിൽ ട്രേഡിങ് നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നീഡും അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം സെയിം ആവണം. അങ്ങനെ സെയിം ആവുന്ന സിറ്റുവേഷൻ വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല. ഈ സിസ്റ്റത്തിനെ മെച്ചപ്പെടുത്താനും എഫിഷ്യൻ്റ് ആക്കാനും വേണ്ടിയിട്ട് ഓൾഡർ സിസ്റ്റത്തിലുള്ള മണി കൺസെപ്റ്റ് ആദ്യത്തെ മണി ഉപ്പായിരുന്നു. എന്തുകൊണ്ട് ഉപ്പ് ആദ്യത്തെ മണിയായി? എല്ലാവർക്കും ഒരുപോലെ യൂസ് ആവുന്ന ഒരു കോമൺ കോമഡിറ്റി, അതൊരു നല്ല ട്രേഡിംഗ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി അപ്പോഴും സർവീസും പ്രോഡക്റ്റും ആണ് ഇതിൻ്റെ ബേസ്. പക്ഷേ ഉപ്പ് എന്ന് പറയുന്ന മണി ആ സർവീസും പ്രോഡക്റ്റും ഈസിലി ട്രേഡ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തു മാത്രം. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ് കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസ്യൂം ചെയ്ത് തീരുന്നില്ല, അത് അവിടെ ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഗോൾഡ് വെച്ച് ട്രേഡ് ചെയ്താൽ എൻ്റെ കയ്യിൽ ഗോൾഡ് വന്നു, ആ ഗോൾഡ് എനിക്ക് വീണ്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഉപ്പ് അങ്ങനെയല്ല, ഉപ്പ് യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ ട്രേഡിംഗ് വസ്തുവാണ്. അപ്പോൾ കൺസംഷൻ അതിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് അതൊരു എഫക്റ്റീവ് ട്രേഡിംഗ് മീഡിയമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പലതരം ബുദ്ധിമുട്ട് കാരണം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മണി സിസ്റ്റത്തിലേക്ക് ആളുകൾ മാറേണ്ടി വന്നു. അപ്പോഴാണ് ഈ പ്രീഷ്യസ് മെറ്റൽസിൻ്റെ കാര്യം വന്നത്. ഗോൾഡ് ആയാലും സിൽവർ ആയാലും ഈ പ്രീഷ്യസ് മെറ്റൽസ് കൺസ്യൂം ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യാൻ സുഖമാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ സുഖമാണ്, ട്രേഡ് ചെയ്യാൻ സുഖമാണ്. ഗോൾഡ് ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ മണി വന്നത്. പേപ്പർ മണി എന്നാണ് ഇപ്പോൾ ബാങ്ക് നോട്ട്സ് വന്നത്, ഡിജിറ്റൽ മണി വന്നത്, ക്രിപ്റ്റോ കറൻസി. ബേസിക്കലി എന്താണ് പണം? പണം എന്ന് പറയുന്നത് ഈ യൂസ്ഫുള്ളായിട്ടുള്ള തിങ്സും യൂസ്ഫുള്ളായിട്ടുള്ള സർവീസും ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു മീഡിയം മാത്രമാണ് പണം. നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു, എത്രത്തോളം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അത് ഡയറക്റ്റ്ലി അത് ഈസ് ഈക്വൽ ടു മണി. അതാണ് നമ്മുടെ സമ്പത്ത്. എഫക്റ്റീവായിട്ട് പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓൾഡർ ബാർട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റ് പോകണം. ഒരു കാര്യം മനസ്സിലായി, ഈ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. അത് മറ്റുള്ളവർക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു മീഡിയം മാത്രമാണ് മണി എന്നുള്ളത് ഡീപ്പായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ ടൈം, എനർജി, നോളജ്, സ്കിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോകണം. നമുക്ക് താല്പര്യമുള്ള ഫീൽഡ് വർക്ക് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് അതിലിട്ടാൽ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നതിൽ അതൊരു എക്സ്പേർട്ടായിട്ട് മാറും. എക്സ്പേർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടി യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മൾ കൺസംഷൻ വളരെ കുറച്ചു. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ കൺസംഷൻ കൂട്ടി, പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കടത്തിലേക്കും ഫിനാൻഷ്യൽ ബാങ്ക്രപ്റ്റിയിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റിനെ കൂട്ടണം. നമ്മൾ ടൈം മാനേജ് മെയിൻറ്റെയിൻ ചെയ്യണം. ടൈം മാനേജ്മെൻറ്റ്, എനർജി, നമ്മൾ ഹെൽത്ത് നോക്കണം. നോളജ് ആൻഡ് സ്കിൽ സെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇത് വീണ്ടും ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം? ഒരാളുടെ പെർസ്പെക്റ്റീവിലാണ് ഈ ടൈം മാനേജും നോളജും സ്കിൽ സെറ്റും പറഞ്ഞത്. കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഈ സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ആഡഡ് ടൈം എനർജി ആൻഡ് നോളജ് ആൻഡ് സ്കിൽ സെറ്റ് അതിലേക്ക് ജോയിൻ ആവും. അങ്ങനെ ജോയിൻ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു കൂട്ടായ്മ, അതായത് ടീം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഒരു നിശ്ചിത ഒരു സെയിം ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ആവും. ഈ യൂസ്ഫുൾനെസ് ആണ് നമ്മുടെ സമ്പത്ത്. അല്ലാതെ ഇതിൻ്റെ മീഡിയം സമ്പത്താക്കി മാറ്റിയാൽ നമുക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയില്ല. ഓക്കെ, ഇനി വീണ്ടും ടീമായി കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മളെ സിസ്റ്റത്തിലേക്ക് വന്നു, പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് വന്നു. ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കണം. യൂസ്ഫുൾ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ആവും. അത് ഉപയോഗിച്ചിട്ട് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്താൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വീണ്ടും വർദ്ധിക്കുകയാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റും ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഈ പ്രോഡക്റ്റും ആണ് പണം, അല്ലാതെ ഇതിനുള്ള മീഡിയം അല്ല പണം എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ കൺവേ ചെയ്യാൻ നോക്കിയത്. ഈവൻ ഈ ഒരു ബുക്ക് ഞാൻ വാങ്ങി, ഇത് സൈക്കോളജി ഓഫ് മണി. ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഇത് വായിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കലും ബോധ്യവുമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് ഞാൻ വായിക്കാൻ പോകണം. വായിക്കുന്നതിലൂടെ ഒരു മോഡേൺ ഒരു മണി എക്സ്പേർട്ട് പൈസനെ പറ്റിയിട്ട് എന്താണ് പറയണതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വായിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കൂൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു ടുമോറോ.